ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വരാക്ഷരം. ഏതൊക്കെ പഠിച്ചു? ആ സ്വരാക്ഷരം പഠിച്ചു. വെക്കേഷന് കൂട്ടുകാർക്ക് കളിക്കാൻ തിരക്കുണ്ടെങ്കിലും കളിക്കുന്നതിനിടയിൽ ഇത്തിരി നേരം നമുക്ക് സ്വരാക്ഷരം പഠിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന സ്വരാക്ഷരം ഇ. ഏതാ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്വരാക്ഷരം? ഇ. ഇ എങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യം എന്തോ ചെയ്യണം? നമ്മൾ ചെറിയൊരു സർക്കിള്. ആ സർക്കിൾ ഇങ്ങനെ കറങ്ങി ഒരു വീണ്ടും ഇതാ പെൻസിൽ എടുക്കാതെ താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് വീണ്ടും ഒരു ഓക്കെ, ഒന്നുകൂടി നോക്കിയേ. ആദ്യം ഒരു ചെറിയ സർക്കിൾ ഇങ്ങനെ താഴെന്ന് മുകളിലോട്ട് വന്ന് വീണ്ടും താഴത്തോട്ട്, പിന്നീട് ഇത് അതിനോട് ചേർന്ന് വീണ്ടും അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് എന്തോ ചെയ്യണം? ഇത് ഇവിടുന്ന് പെൻസിൽ കൈവിടാതെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊരു ലൈന്. ആ ലൈൻ ഇതാ ഇവിടുന്ന് വളഞ്ഞ് വീണ്ടും അതുപോലെ തന്നെ പിറകോട്ട് എഴുതുക ഈ സ്വരാക്ഷരം. ഇത് നോക്കിയത് ഇവിടുന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ലൈന് വരക്കുക. ആ ലൈൻ ഇത് ഇവിടുന്ന് ചെറിയൊരു വളവ്, ഇവിടുന്ന് ഒരു ചെറിയ വളവ്, അത് വീണ്ടും അതിൽ നിന്ന് തന്നെ പെൻസിൽ കൈവിടാതെ പിറകോട്ട്. ഈ സ്വരാക്ഷരം ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യം എന്തോ ചെയ്തു? ഒരു സർക്കിള്, അതിതാ ഇങ്ങനെ കറങ്ങി വീണ്ടും ഇതാ അതിൽ നിന്ന് തന്നെ മുകളിലോട്ട് പോയി വീണ്ടും. എന്നിട്ട് ഇവിടെ നിന്ന് നോക്കിയേ, കൈവിടാതെ പെൻസിൽ എടുക്കാതെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊരു ലൈന്, ഇവിടുന്ന് ചെറിയൊരു വളവ്, അത് വീണ്ടും പിറകോട്ട്. ഈ സ്വരാക്ഷരം കൈവിടാതെ എങ്ങനെ എഴുതുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇങ്ങനെ വന്ന് മുകളിലോട്ട് വന്ന് വീണ്ടും താഴത്തോട്ട്, ഇവിടുന്ന് ഇതാ പെൻസിൽ കൈവിടാതെ അതേ ലൈനിൽ ഇവിടുന്ന് വീണ്ടും ഒരു എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഒരു ലൈന്, വീണ്ടും പിറകോട്ട്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരും. ഈ സ്വരാക്ഷരം ഈ വരുന്ന രണ്ട് വാക്ക് ഏതാ? ഈ, ഇല, ഇമ. ഈ, ഇല, ഇമ. മനസ്സിലായോ കൂട്ടുകാർക്ക്? വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കും വെക്കേഷന് പഠിക്കാൻ വേണ്ടി പറ്റും സ്വരാക്ഷരം. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.